ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേരാണ് കൂളംസ് ലോ ഇൻ വെക്ടർ ഫോം. സോ നമ്മളൊരു 3 ഡയമെൻഷണൽ ഏരിയ എടുത്തിട്ടുണ്ട്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. ഇതിൽ രണ്ട് ചാർജ് Q1ഉം Q2ഉം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പൊസിഷൻ പറയുന്ന ഇതിൻ്റെ ഒറിജിനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് R1 ഡിസ്റ്റൻസിൽ R1 ആണ് ഇവിടുത്തെ ഇതിൻ്റെ പൊസിഷൻ വെക്ടർ. R1 ഡിസ്റ്റൻസിൽ നമ്മൾ Q1 എന്നൊരു ചാർജും എടുത്തിട്ടുണ്ട്. R2 ഡിസ്റ്റൻസിൽ നമ്മളൊരു Q2 എന്ന് പറഞ്ഞൊരു ചാർജും എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ രണ്ട് ചാർജും എന്താണ്? പോസിറ്റീവ് ചാർജസ് ആണ്. ഓക്കെ, സോ ഈ പോസിറ്റീവ് ചാർജസ് അതെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പം ഈ രണ്ട് ചാർജസും അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൽ ചെയ്യും. അട്രാക്റ്റ് ആയിരുന്നെങ്കിൽ ഇങ്ങോട്ട് ഫോഴ്സ് വന്നാണ്, ഇത് റിപ്പൽ ചെയ്യുന്നത് കൊണ്ട് അങ്ങോട്ട് ഫോഴ്സ് പോയിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഈ ഒരു ഇവിടെയുള്ള ഫോഴ്സ് F21 എന്നാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇവിടെയുള്ള ഫോഴ്സ് നമ്മൾ F12 എന്നാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ റീസൺ എന്താണ്? F12 എന്ന് പറയുന്നത് ചാർജ് 1ൽ വരുന്ന ഫോഴ്സ് ഡ്യൂ ടു ചാർജ് 2, അതാണ് F12. ഇവിടെ ഈ ഫോഴ്സ്, ഈ ഒരു ചാർജിൽ വരുന്ന ഫോഴ്സ് അത് ഡ്യൂ ടു ഈ ചാർജ് 1, അതാണ് F21 എന്ന് ഇട്ടിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ രണ്ടിൻ്റെയും നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ഡിസ്റ്റൻസിലാണെന്ന് അറിയാൻ വേണ്ടി വേറൊരു ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എടുത്തിട്ടുണ്ട്. R12 ചാർജ് 1ൽ നിന്ന് ചാർജ് 2ലോട്ട് എടുക്കുമ്പോൾ R12, ചാർജ് 2ൽ നിന്നാണ് ചാർജ് 1ൻ്റെയൊക്കെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വേണമെങ്കിൽ നമ്മൾ എടുക്കുന്ന R21 വെക്ടർ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും കൂളംസ് ലോയുടെ ഫോർമുല അറിയാം. F is equal to KQ1 Q2/R2. സോ ഫസ്റ്റ് നമ്മളിവിടെ F12ൻ്റെ ഫോഴ്സ് കണ്ടുപിടിക്കുക. F12 is equal to KQ1 into Q2/R, R². നമുക്ക് ഏത് R ആണ് എടുക്കേണ്ടത്? നമുക്ക് F12 ആണ് നമ്മൾ എടുക്കേണ്ടത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ടേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. F12ൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? മുകളിലോട്ടാണ് ഡയറക്ഷൻ. അപ്പോൾ മുകളിലോട്ട് പോകുന്നത് Q2 നിന്ന് Q1, R21. സോ അത് കാരണമാണ് നമ്മളിവിടെ R21 എടുത്തിട്ടുള്ളത്. ഇൻറ്റു യൂണിറ്റ് വെക്ടർ R21ൻ്റെ യൂണിറ്റ് വെക്ടർ കൊണ്ട് ഇൻറ്റു ചെയ്യുക. അതെന്തിനാണ്? യൂണിറ്റ് വെക്ടർ നമ്മൾ എപ്പോൾ എടുക്കുന്നത് അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. യൂണിറ്റ് വെക്ടർ ഈസ് യൂസ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ. നമുക്ക് യൂണിറ്റ് വെക്ടറിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ യൂണിറ്റ് വെക്ടർ ഈസ് ഈക്വൽ ടു ആ ഒരു വെക്ടർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചെയ്താൽ നമുക്ക് യൂണിറ്റ് വെക്ടർ കിട്ടും. അതിലെപ്പോൾ മനസ്സിലാക്കുക, യൂണിറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. സോ സെയിം ഇതായിട്ട് F21 ഈസ് ഈക്വൽ ടു Q1 ഇൻറ്റു Q2/R². R ഏതാണ്? R12. നമുക്ക് F21ൻ്റെ ഡയറക്ഷനിലുള്ള R ആണ് എടുക്കേണ്ടത്. താഴോട്ടാണ്, നമുക്ക് താഴോട്ട് പറഞ്ഞാൽ R12 ആണ്. ഓക്കെ, സോറി. സോ അത് ഇവിടെ സ്ക്വയർ ചെയ്ത് അത് ഇൻറ്റു യൂണിറ്റ് വെക്ടർ. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ കൂളംസ് ലോ വെക്ടർ ഫോം എഴുതാൻ പറ്റും. സോ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിക്കുക.